ഹരേ കൃഷ്ണ. ഇന്ന് ലക്ഷ്മണൻ്റെ ഭാര്യ ഊർമിളയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്ന് ഒരു കഥ കേട്ടാലോ? ലക്ഷ്മണൻ്റെ ഭാര്യ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ചേർന്ന് അവർ കാട്ടിലേക്ക് ഇങ്ങനെ പോവാണ്. നാടും വീടൊക്കെ ഉപേക്ഷിച്ച്. അപ്പോൾ സീത പറയും ശ്രീരാമനോട്, ഞാനാണ് കൂടെ ഉണ്ട്. അമാതിരി ലക്ഷ്മണൻ പറയും, ഞാനും ഉണ്ട്. പക്ഷേ ഊർമിളയ്ക്ക് അതൊന്നും പറയാൻ നേരം കിട്ടിയില്ല. ഊർമിള പോവാനും ഉദ്ദേശിച്ചില്ല. എന്ന് വെച്ചാൽ അവർ ചേട്ടനനിയന്മാരും അനിയനും പോണോടത്ത് വേണ്ടാന്നുള്ളൊരു അഭിപ്രായം തന്നെയായിരുന്നു ഊർമിളയ്ക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ കാട്ടിലെത്തിയപ്പോൾ ദുർവാസാവ് മഹർഷി പറയാണ്, നിനക്കൊരു വലിയൊരു ദൗത്യമുണ്ട്. രാവും പകലും കണ്ണ് തുറന്നിരിക്കണം. അപ്പോൾ ആ സമയത്ത് ഭക്ഷണവും കഴിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ നിയമം. എന്നാലാണ് അസുരന്മാരെ കൊല്ലാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അനന്തനാണല്ലോ നമ്മുടെ ഈ ലക്ഷ്മണൻ. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? എൻ്റെ ഉറക്കം ആരെടുക്കും എന്ന് ചോദിക്കണം. അപ്പോൾ പറയാം, നിൻ്റെ ഭാര്യയോട് പറയണം, ഊർമിളയാണ് എടുക്കേണ്ടത് ഈ നിൻ്റെ ഉറക്കം എന്ന് പറയും. അതിനിപ്പോൾ എങ്ങനെ ചെന്ന് പറയാം? കാട്ടിലെത്തിയില്ലേ, ഞാൻ ചെന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ഈ ദുർവാസാവ് മഹർഷി ചെന്ന് പറയാൻ ചെല്ലുമ്പോഴേക്കും ഇവൾക്ക് മനസ്സിൽ ധ്യാനം കൊണ്ട് കിട്ടും. ഭർത്താവ് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ ഉറക്കം. 14 വർഷം സീതയെക്കാട്ടിലും കഷ്ടം അനുഭവിച്ചു ആ വീട്ടിലുള്ള മറ്റുള്ള അനിയത്തിമാർ. കാരണം ദുർവാസാവ് മഹർഷി പറഞ്ഞു, ഇവിടെ ഉറങ്ങുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. എന്തെന്ന് വെച്ചാൽ വീഴാൻ പാടില്ല. എല്ലാ സൗകര്യങ്ങളോടും കൂടി ശാന്തമായി ഉറങ്ങിയാലേ അതിനുള്ള ഗുണം കിട്ടുള്ളൂ എന്ന് പറയണം. അങ്ങനെ ഈ അനുജത്തിമാരാണ് 3 പേരാണ് കൂടുതൽ സമയം അവർ ഈ അനിയത്തിക്ക് വേണ്ടി സമയം കളഞ്ഞു. അങ്ങനെ ഊർവശി 14 വർഷം ലക്ഷ്മണൻ്റെ ഉറക്കം എടുത്ത് ലക്ഷ്മണനെ എൻ്റെ ഉറക്കക്ഷീണം ഇല്ലാണ്ടാക്കുന്നതാണ് ഈ കഥ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.